Hey guys, welcome back to my YouTube channel. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ എൻ്റെ ഫേവറേറ്റ് ടെമ്പിളായിട്ടുള്ള ആഴിമല ക്ഷേത്രത്തിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് പോവാണ്. സോ ഞാൻ റെഡിയായി വെയിറ്റ് ചെയ്യാണ് ഫ്രണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഒക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു ചെറിയ വ്ളോഗായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട് വൈഷു. ഹായ്. ആ ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകണം. ചാ. അതാ നമ്മുടെ വണ്ടി അവിടെ സ്റ്റാർട്ടാക്കി കഴിഞ്ഞു. ഞങ്ങളൊരു ഉച്ച 3:30 കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഭയങ്കര ഹാപ്പിയിൽ ഇങ്ങനെ പോവാണ്. ഞാൻ ശരിക്കും ഈ റൂട്ടൊക്കെ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ട്രിവാൻഡ്രം പോയിട്ട് തന്നെ ഒരുപാട് കാലമായി. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വരാൻ ഉള്ളൂർ വരെ വന്നിട്ടുണ്ടെങ്കിലും തമ്പാനൂർ വരെയൊക്കെ വന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തുടങ്ങിയതൊക്കെ 2018 തൊട്ടാണ്. അപ്പോഴായിരുന്നു ഞാൻ കൈമന വുമൻസ് കോളേജിൽ ഡിപ്ലോമ പഠിക്കാനായിട്ട് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ 2018 തൊട്ട് 2021 വരെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു, ഹോസ്റ്റലിലായിരുന്നു. പക്ഷേ എങ്കിലും വീട്ടിൽ പോയിട്ട് വരാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയിട്ട് വരണമല്ലോ. അപ്പോൾ ഞാൻ ഈ കോളേജിൽ നിൽക്കുന്ന ടൈം തന്നെയാണ് ശിവൻ്റെ സ്റ്റാച്യൂവിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റഡ് ആയി. 2020 ഡിസംബർ 31 ഇത് പബ്ലിഷ്ഡ് ആവുന്നതും എല്ലാവരും അങ്ങോട്ടൊക്കെ പോയി കാണുകയൊക്കെ ചെയ്ത്. അപ്പോൾ എനിക്ക് കൂടുതലും ട്രിവാൻഡ്രം ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഞാനിത് കേട്ടും അവർ പറഞ്ഞതൊക്കെ ഇങ്ങനെ കേട്ട് എനിക്ക് അവിടെ പോകണം എന്നുള്ളത് ഭയങ്കര ഒരു വലിയ ഡ്രീമായി മാറി. പക്ഷേ എനിക്ക് അവിടെ നിൽക്കുന്ന ടൈമിൽ എനിക്ക് പോകാനേ പറ്റിയിട്ടില്ല. കാരണം 2021 ഞങ്ങൾ പാസ് ഔട്ട് ഇയർ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് പോകാനൊരു ചാൻസും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇന്നായിരുന്നു എൻ്റെ ചാൻസ്. അങ്ങനെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റോഡ് സൂപ്പർ തന്നെയായിരുന്നു. ഈ കോവളം ബീച്ചുമായിട്ടുള്ള ആഴിമലയായിട്ടുള്ള ഈ റോഡ് നല്ല ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ശരിക്കും. എൻ്റെ കണ്ണിനും എൻ്റെ മനസ്സിനും എൻ്റെ ബോഡിക്കും ഒക്കെ ഒരു എന്തോ ഒരു എനർജി, ഒരു സന്തോഷം, ഒരു പീസ് മൈൻഡ്. അത്ര ആൾക്കാർ നിൽക്കുന്നെങ്കിലും ആ ഒരു സ്റ്റാച്യൂലാണ് കണ്ണും മനസ്സും. ആ ഒരു കടലും ആ ഒരു കാറ്റും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ചുറ്റുപാട് തന്നെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും എനിക്ക് പൂജയും കാണാൻ പറ്റും. ഞങ്ങൾ ആ ഒരു ഈവനിങ് ടൈം ഇറങ്ങിയത് തന്നെ ഭയങ്കര നല്ലൊരു തീരുമാനമായിരുന്നു. ഇത്ര വർഷം എനിക്ക് എന്തുകൊണ്ട് പോകാൻ പറ്റിയില്ല? കാരണം എനിക്ക് ഇത്രയും വലിയ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അപ്പോൾ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ വിലയോ മതിപ്പോ ഒന്നും മനസ്സിലാവില്ല. കുറച്ച് വെയിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കതിൻ്റെ സന്തോഷം ഇരട്ടിയായിരിക്കുന്നത് സത്യമാണ്. അങ്ങനെ അമ്പലത്തിലെ പൂജയൊക്കെ കണ്ട് തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ താഴെ കടലിലേക്ക് പോവുകയാണ്. നല്ല തിരയടിച്ച് വരുന്നുണ്ട്. വേലിയേറ്റം സമയമാണെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആരെയും അങ്ങോട്ട് ഇറക്കുന്നുമില്ല. ഞങ്ങൾ കുറച്ച് നേരം കടലൊക്കെ ഒന്ന് കണ്ടു നിന്നു. ശരിക്കും ഞാൻ ബീച്ചിലൊക്കെ പോയിട്ടും കുറച്ച് നാളായിരുന്നു. അതുകൊണ്ട് രണ്ടും ഒരേ സമയം കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷം. സോ ഞങ്ങളൊരു 7:30 ആയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ കൊല്ലത്ത് ചതനൂർ എത്തണമല്ലോ. വരുന്ന വഴിയിൽ ഇതുപോലെ 2 സ്ഥലത്തായിരുന്നു ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നത്. ഊരിപ്പോരാൻ നല്ല സമയമെടുത്തു. പിന്നെ നമ്മൾ കിഴക്കോട്ട് എത്തിയ ലുലുമോളിൻ്റെ നൈറ്റ് വ്യൂ സൂപ്പർ. ഒരു ദിവസം ലുലുമോളിൽ വരണം. അങ്ങനെ ഞങ്ങളുടെ സമയം ഒരുപാട് അതിക്രമിച്ചിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വിശന്നു. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് പൊറോട്ട, ബീഫ് കറി, ബീഫ് റോസ്റ്റ് കഴിച്ചു. ഓക്കെ, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.